Good morning students. നമ്മൾ ഇന്ന് ടെമ്പറേച്ചറിൻ്റെ സ്കെയിലുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. നമുക്കെല്ലാം അറിയാം വെള്ളം തിളയ്ക്കുന്നത് ഏത് ടെമ്പറേച്ചറിലാണ്? 100 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളയ്ക്കുന്നത്. വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ്, വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ വാട്ടറിൻ്റെ ഫ്രീസിങ് പോയിൻറ്റ്, വെള്ളം ഐസാവുന്നത് ഏത് ടെമ്പറേച്ചറിലാണ്? 0 ഡിഗ്രി സെൽഷ്യസിൽ അല്ലേ? വാട്ടറിൻ്റെ ഫ്രീസിങ് പോയിൻറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഡിഗ്രി സെൽഷ്യസ് 100 ഡിഗ്രി സെൽഷ്യസ്, 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അവിടെ നിങ്ങൾ ടെമ്പറേച്ചർ പറഞ്ഞത് ഏത് സ്കെയിലാണ്? ഡിഗ്രി സെൽഷ്യസിലാണ് അല്ലേ? ഇനി നമ്മൾ പനിയൊക്കെ വരുമ്പോൾ പനിയൊക്കെ പറയുന്നത് എങ്ങനെ പറയാം? 102 ഉണ്ടായിരുന്നു പനി എന്നൊക്കെ പറയാം അല്ലേ? അപ്പോൾ അത് ഏത് ടെമ്പറേച്ചറിലാണ് പറഞ്ഞത്? അതേത് സ്കെയിലാണ്? ഫാരൻഹീറ്റിലാണ് പറയുക. 102 ഉണ്ടായിരുന്നു പനി എന്നൊക്കെ നമ്മൾ പറയുന്നത് ഫാരൻഹീറ്റിലാണ്. അപ്പോൾ ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിൻ്റെ മറ്റൊരു സ്കെയിലാണ്. അപ്പോൾ ഒന്ന് ടെമ്പറേച്ചറിൻ്റെ 2 സ്കെയിലുകൾ കിട്ടിയില്ലേ? ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും. മൂന്നാമതൊരു സ്കെയിൽ, ടെമ്പറേച്ചർ സ്കെയിലും കൂടിയുണ്ട്, കെൽവിൻ സ്കെയിൽ. അപ്പോൾ ഈ 3 സ്കെയിലുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ ഒരു ഡയഗ്രമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. വെള്ളം വാട്ടർ ഫ്രീസ് ചെയ്യുന്ന 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ വാട്ടർ ബോയിൽ ചെയ്യുന്ന 100 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള റീഡിംഗ് ആണ് നമ്മുടെ തെർമോമീറ്ററിൽ, ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് അല്ലേ തെർമോമീറ്റർ. ആ തെർമോമീറ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുക. നോക്കിയേ, 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള റീഡിങ്സ് അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ സെൽഷ്യസ് സ്കെയിൽ. ഓക്കെ, ഇനി തൊട്ടിപ്പുറത്ത് വരച്ചിരിക്കുന്നത് കെൽവിൻ സ്കെയിലിലെ തെർമോമീറ്ററാണ്. കെൽവിൻ സ്കെയിൽ അവിടെ 0 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0 ഡിഗ്രിയുടെ നേരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 273 കെൽവിൻ ആണ്. 273 കെൽവിൻ ആയിരിക്കും. 100ന് നേരെ കാണാൻ സാധിക്കുന്നത് 373 കെൽവിൻ ആയിരിക്കും. അപ്പോൾ 273 മുതൽ 373 കെൽവിൻ വരെയുള്ള റീഡിങ്സ് ആയിരിക്കും ആ സ്കെയിലിൽ ഉണ്ടാവുക. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തെ നമ്മൾ പറഞ്ഞത് ഫാരൻഹീറ്റ് അല്ലേ? ഫാരൻഹീറ്റിലാണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസിന് നേരെ നമുക്ക് കാണാൻ പറ്റുക 32 ഡിഗ്രി ഫാരൻഹീറ്റ്, 32 ഡിഗ്രി ഫാരൻഹീറ്റ്. അതേപോലെ 100 ഡിഗ്രി സെൽഷ്യസിന് നേരെ കാണാൻ പറ്റുക 212 ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പോൾ ഇതിൽ 32 മുതൽ 212 വരെയുള്ള റീഡിങ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ കുറേ റീഡിങ്സ് ഉണ്ട്. 32 മുതൽ 212 വരെ എന്ന് പറയുമ്പോൾ കുറേ ഡിവിഷൻസ് ഉണ്ടാവും. ഈ സ്കെയിലുള്ളതിനേക്കാളും കൂടുതൽ ഡിവിഷൻസ് വരില്ലേ? അപ്പോൾ 32 മുതൽ 212 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയാണ് ഇവിടുത്തെ റീഡിങ്സ്. ഓക്കെ അല്ലേ? ഇനി ഇതിനെ ഡിഗ്രി സെൽഷ്യസിൽ തന്ന അത് എത്ര ഫാരൻഹീറ്റ് ആയിരിക്കും എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇവിടെ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്, ഇപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്ര ഫാരൻഹീറ്റ് ആണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഡിഗ്രി സെൽഷ്യസ് 100 ഡിഗ്രി എന്നുള്ളത് ഇവിടെ കൊടുക്കാം. 9/5 ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് വരുന്നിടത്ത് ആ 100 ഡിഗ്രി കൊടുക്കാം. പ്ലസ് 32 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര ഫാരൻഹീറ്റ് ആണെന്ന് കിട്ടും. നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. നോക്കാം 9/5 ഇൻറ്റു ഇപ്പോൾ 100 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 212 ഫാരൻഹീറ്റ് ആണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് കറക്റ്റ് ആണോ എന്നൊന്ന് പ്രൂവ് ചെയ്യാം ഈ ഇക്വേഷൻ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ 100 എന്ന് കൊടുക്കാം നമുക്ക് ഇൻറ്റു 100 പ്ലസ് ആരുണ്ട് 32. അപ്പം ആദ്യം ഇത് സോൾവ് ചെയ്യാം. 100ൽ എത്ര 5 വരും? 20 തവണ വരില്ലേ? അപ്പോൾ ഇതിനെ വെട്ടി ചെറുതാക്കാം. 20 വന്നു. ഓക്കെ, 20 ഇൻറ്റു 9 180 വരും. 180 പ്ലസ് 32, 180 പ്ലസ് 32 എത്ര വരും? 212. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഏതിലാണ്? ഏത് സ്കെയിലാണ്? ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നു കഴിഞ്ഞാൽ അത് എത്ര ഫാരൻഹീറ്റ് ആണെന്ന് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷനിൽ ഡിഗ്രി ഫാരൻഹീറ്റ് എന്നുള്ളിടത്ത് ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് ആ വാല്യൂ കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് 100 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 212 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഡിഗ്രി സെൽഷ്യസ് തന്നു കഴിഞ്ഞാൽ അതിനെ കെൽവിനിലേക്ക് മാറ്റാനുള്ള ഇക്വേഷനാണ് രണ്ടാമത് തന്നിരിക്കുന്നത്. അപ്പോൾ നോക്കാം, എന്ത് ചെയ്താൽ മതി? ഡിഗ്രി സെൽഷ്യസിനെ കൂടെ 273 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കെൽവിൻ സ്കെയിലായി മാറി.
ഇത് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ് അല്ലേ. ഇപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്ര കെൽവിൻ ആണെന്ന് കാണാൻ അതിൻ്റെ കൂടെ 273 ആഡ് ചെയ്യാം. അപ്പോൾ 100 + 273, 100 + 273 എത്ര വരും? 373 കെൽവിൻ. ഓക്കെ, 100 ഡിഗ്രീസ് എന്ന് പറഞ്ഞാൽ 373 കെൽവിൻ. കറക്റ്റ് അല്ലേ? പ്രൂവ് ചെയ്തില്ലേ? ഈ 2 ഇക്വേഷൻസ് എപ്പോഴും ഓർമ്മയുണ്ടാവണം. ഇതാണ് നമ്മുടെ ടെമ്പറേച്ചർ സ്കെയിലിനെ കുറിച്ച് ഇത്രയേ പറയാനുള്ളൂ. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് ആണ്. നമുക്ക് 5 ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ 5 ലോസ് ആണ് പഠിക്കാനുള്ളത്. 5 ലോസ്. അതിൽ ഫസ്റ്റ് ലോ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ മാറ്ററിനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. മാറ്ററിനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ എത്ര റിയാക്റ്റൻ്റ് ഉണ്ടായിരുന്നോ, റിയാക്റ്റൻറ്റിൻ്റെ മാസ് എത്ര ഉണ്ടായിരുന്നോ അത്രയും തന്നെ പ്രൊഡക്റ്റിൻ്റെ മാസും കിട്ടും എന്നാണ് പറയുന്നത്. റിയാക്റ്റൻറ്റിൻ്റെ മാസിന് ഈക്വൽ ആയിരിക്കും പ്രൊഡക്റ്റിൻ്റെ മാസ്. അങ്ങനെ ഈക്വൽ ആയാൽ റിയാക്റ്റൻറ്റിൻ്റെ മാസും പ്രൊഡക്റ്റിൻ്റെ മാസും ഈക്വൽ ആയിക്കഴിഞ്ഞാൽ അവിടെ മാറ്ററൊന്നും നഷ്ടപ്പെട്ടു പോയില്ലല്ലോ, പുതുതായി ഒന്നും ഉണ്ടാവുകയും ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ, അതാണ് ഏത് ലോ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. നമുക്കത് പ്രൂവ് ചെയ്യാം. ഒരു ഇക്വേഷൻ എടുത്ത്, ഒരു കെമിക്കൽ ഇക്വേഷൻ, സിമ്പിളായിട്ടുള്ള ഒരു കെമിക്കൽ ഇക്വേഷൻ എടുക്കാം. ഓക്കെ, കാർബൺ പ്ലസ് ഓക്സിജൻ ഗിവ്സ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഇതിൽ ഈ റിയാക്ഷനിൽ ഏതാണ് റിയാക്റ്റൻ്റ്, ഏതാണ് പ്രൊഡക്റ്റ്? റിയാക്റ്റൻറ്റ്, അഭികാരകം. അഭികാരകങ്ങളും ഉൽപ്പന്നങ്ങളും അങ്ങനെയല്ലേ പറയാം. റിയാക്റ്റൻറ്റ് കാർബണും ഓക്സിജനുമാണ് ഇവിടുത്തെ റിയാക്റ്റൻസ്. കാർബണും ഓക്സിജനുമാണ് റിയാക്റ്റൻസ്. ഏതാണ് പ്രൊഡക്റ്റ്? CO2 കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്രൊഡക്റ്റ്. ക്ലിയർ അല്ലേ? ഇനി ഇതിൻ്റെ മാസും റിയാക്റ്റൻറ്റിൻ്റെ മാസും പ്രൊഡക്റ്റിൻ്റെ മാസും ഈക്വൽ ആണോ എന്ന് നമുക്ക് നോക്കാം. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് ഏത് ലോ ഒബേ ചെയ്യുന്നുണ്ട്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്യുന്നുണ്ട് പറയാം. നോക്കാം. കാർബണിൻ്റെ മാസ്, ഒരു കാർബണിൻ്റെ മാസ് 12 ഗ്രാം ആണ്. 12. ഓക്കെ, കാർബണിൻ്റെ മാസ് 12. ഓക്സിജൻ, ഒരു ഓക്സിജൻ്റെ മാസ് 16. അപ്പോൾ 2 ഓക്സിജൻ്റെ മാസ് 2 × 16. നോക്കാം, 2 × 16. ഓക്കെ അല്ലേ? 2 × 16 എത്ര വരും? 32. ഇത് ആഡ് ചെയ്യുക. 12 + 32. 12 + 32 ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 44 ഗ്രാം വന്നു. അപ്പം നമ്മളെ റിയാക്റ്റൻസിൻ്റെ ടോട്ടൽ മാസ് എത്ര വന്നു? 44. റിയാക്റ്റൻസിൻ്റെ ടോട്ടൽ മാസ് 44 വന്നു. ഇനി നമുക്ക് പ്രൊഡക്റ്റിൻ്റെ മാസ് നോക്കാം. കാർബൺ അതേപോലെ തന്നെ വരിക. കാർബണിൻ്റെ മാസ് 12 പ്ലസ് 2 ഓക്സിജൻ ഉണ്ട് അല്ലേ? അപ്പോൾ 2 ഓക്സിജൻ ഉള്ളതുകൊണ്ട് 2 × 16. ഓക്കെ, അപ്പോൾ 12 + 32 = 44. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ മാസും എന്ത് തന്നെ കിട്ടി? പ്രോഡക്റ്റിൻ്റെ മാസും 44. ഈ റിയാക്ഷനിൽ റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും മാസ് സെയിം ആണ് എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ നടന്നപ്പം പുതുതായി ഒന്നും ഉണ്ടാവുകയും ചെയ്തിട്ടില്ല, പുതിയതായിട്ട് മാറ്റർ ഉണ്ടാവുകയും ചെയ്തിട്ടില്ല, നശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടില്ല. മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ഈ ലോ പ്രപ്പോസ് ചെയ്തത് ആൻ്റണി ലവോസിയർ എന്ന സയൻറ്റിസ്റ്റാണ്. ആൻ്റണി ലവോസിയർ. നോക്കൂ, ആൻ്റണി ലവോസിയർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ഈ ലോ പ്രപ്പോസ് ചെയ്തത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ലോയിലേക്ക് പോവാം. രണ്ടാമത്തെ ലോ ആണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ആദ്യം ഒരു എക്സാമ്പിളിൽ നിന്ന് തുടങ്ങാം, നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. വാട്ടർ എടുക്കാം. വാട്ടർ ഫോമുല എങ്ങനെ വരും? വാട്ടറിൻ്റെ H2O അല്ലേ? H2O. ഇതിൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും മാസുകളുടെ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാം. ഹൈഡ്രജൻ്റെ മാസ്, ഒരു ഹൈഡ്രജൻ്റെ മാസ് 1. അപ്പോൾ 2 ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 2 × 1 എത്ര വരും? 2. ഓക്കെ, ഇവിടെ ഓക്സിജൻ്റെ മാസ് ഒരു ഓക്സിജനേ ഉള്ളൂ 16.
ഓക്കെ. അപ്പോൾ 2:16 എന്ന് വന്നു. ഇതിനെ 2നെ 16നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം, 2 വെച്ച് വെട്ടി ചെറുതാക്കാം. അപ്പോൾ ഇവിടെ എന്താവും? 1:16 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 8 വരും. എന്ത് വന്നു? 1:8. എന്താണ് ഈ പ്രൊപ്പോർഷൻ? 1:8 എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രൊപ്പോർഷനാണ്? ഈ കോമ്പൗണ്ടിലെ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും മാസിൻ്റെ പ്രൊപ്പോർഷൻ. ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും മാസിൻ്റെ പ്രൊപ്പോർഷൻ 1:8 ആണെന്ന് കിട്ടി. ഇത് സിംപ്ലസ്റ്റ് റേഷ്യോ അല്ലേ? ഇതിനേലും ചെറുതാക്കാൻ പറ്റുമോ? നമുക്കില്ല. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് റേഷ്യോ. ഓക്കെ. അപ്പം ഈ H2O വാട്ടറിൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും മാസിൻ്റെ റേഷ്യോ എപ്പോഴും 1:8 എന്നായിരിക്കും. നമ്മൾ വാട്ടർ ഇന്ത്യയിൽ നിന്ന് വാട്ടർ എടുത്താലും അമേരിക്കയിൽ നിന്ന് വാട്ടർ എടുത്തു കഴിഞ്ഞാലും വാട്ടറിലെ ഹൈഡ്രജൻ്റെ ഓക്സിജൻ്റെ മാസിൻ്റെ റേഷ്യോ എപ്പോഴും 1:8 തന്നെ. എപ്പോഴും ആ മാസിൻ്റെ റേഷ്യോ ഫിക്സഡ് ആയിരിക്കും. ഓക്കെ. ആ മാസിൻ്റെ റേഷ്യോ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ ലോനെ ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷനോ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനോ ഒക്കെ വിളിക്കാം. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷന് പകരം ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയാം. ഈ ലോ പ്രൊപ്പോസ് ചെയ്തത് ആരാണ്? ജോസഫ് പ്രോസ്റ്റ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. അപ്പം നമുക്ക് ഈ ലോ ഒന്ന് പറഞ്ഞു നോക്കിയാലോ. എ ഗിവൺ കോമ്പൗണ്ട് ഈ കോമ്പൗണ്ടിൽ a given compound always contain exactly the same proportion. അതിലെപ്പോഴും പ്രൊപ്പോർഷൻ ഇത് തന്നെയായിരിക്കും. ആ പ്രൊപ്പോർഷൻ സെയിം ആയിരിക്കും. എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ എക്സാക്ട്ലി ദ സെയിം പ്രൊപ്പോർഷൻ. ഇത് എന്തിൻ്റെ പ്രൊപ്പോർഷനാ? എലമെൻസിൻ്റെ മാസിൻ്റെ പ്രൊപ്പോർഷൻ അല്ലേ? എക്സാക്ട്ലി ദ സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെൻറ്റ്സ് ബൈ മാസ്. എഴുതിയിരിക്കുന്നത് നോക്കിയേ. എ ഗിവൺ കോമ്പൗണ്ട് always contain exactly the same proportion of elements by mass. കാണുന്നുണ്ടല്ലോ അല്ലേ? A given compound always contain exactly the same proportion. എന്തിൻ്റെ പ്രൊപ്പോർഷൻ? exactly the same proportion of elements by mass. എലമെൻറ്റിൻ്റെ മാസിൻ്റെ പ്രൊപ്പോർഷൻ. ഓക്കെ. വേണമെങ്കിൽ ഒരു എക്സാമ്പിളും കൂടി നോക്കാം. ഏതെടുക്കാം? നമ്മുടെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് തന്നെ എടുക്കാം. അപ്പം നിങ്ങൾക്ക് എളുപ്പമാവും. CO2. ഇതിൽ കാർബണിൻ്റെ മാസ് 12:2. ഓക്സിജൻ്റെ മാസ് 16. 2 ഓക്സിജൻ ഉള്ള 2 × 16. 2 × 16. ഓക്കെ. 2 × 16 എത്ര വരും? 32. അപ്പം 12:32. സിംപ്ലിഫൈ ചെയ്യാം. ഏത് വെച്ച് ഡിവൈഡ് ചെയ്യാം? നമുക്ക് 4 വെച്ച് സിംപ്ലിഫൈ ചെയ്യാം അല്ലേ? അപ്പം 4 വെച്ച് ഇതിനെ വെട്ടി ചെറുതാക്കിയാൽ 3:32/4 എത്ര വരും? 8 വരും അല്ലേ? 3:8. അപ്പം എന്താണ് 3:8? കാർബണിൻ്റെയും ഓക്സിജൻ്റെയും മാസിൻ്റെ റേഷ്യോ. അപ്പോൾ ഈ കോമ്പൗണ്ടിൽ കാർബണിൻ്റെയും ഓക്സിജൻ്റെ മാസിൻ്റെ പ്രൊപ്പോർഷൻ എപ്പോഴും 3:8 എന്നുള്ളത് സെയിം ഫിക്സഡ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ എന്താണ് ഈ ലോ പറഞ്ഞത്? എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ ദ സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെൻറ്റ്സ് ബൈ മാസ്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ. ലോ പ്രൊപ്പോസ് ചെയ്തത് ആരാണ്? ജോസഫ് പ്രോസ്റ്റ്. ഫസ്റ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രൊപ്പോസ് ചെയ്തത് ആരാണ്? ആൻ്റോണി ലവോസിയർ. അപ്പം 5 കെമിക്കൽ ലോസ് ആണുള്ളത്. 5 ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് ആണുള്ളത്. 5 എണ്ണം. അതിൽ ഫസ്റ്റ് 2 ലോസ് ആണ് ഇപ്പോൾ ടീച്ചർ ഡിസ്കസ് ചെയ്തത്. അടുത്ത 3 നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. താങ്ക് യു.